ഇന്നിപ്പോ ആധുനിക ലോക, കമ്പ്യൂട്ടർ ലോക, സൈബർ ലോക, എന്ത് കളിയും കളിക്കാം, ആരെയും മണ്ടനാക്കാം. ഇതൊന്നും അറിയാത്ത ആളുകളായി ഇപ്പൊ തലേ കെട്ടിയ മൊയിലാരുടെ. കാന്തപുരം വരുന്നതിന് മുമ്പ് ഞങ്ങളെ മണ്ടനാക്കിയിട്ടുണ്ട്. കാന്തപുരം വരുന്നതിന് മുമ്പ് ഞങ്ങളെയൊക്കെ മയക്കുമരുന്ന് നൽകി കിടത്തിയിട്ടുണ്ട്. അക്കാലം മാറിപ്പോയി. ചെറിയ നീട്ടമുള്ള മുടി പാത്രത്തിലും ഫോട്ടോയിലൊക്കെ കാണിച്ചിട്ട് പറയുക, ഇതെന്ത് മുടി? ആരോടെങ്കിലും പറയുന്നത്. അള്ളാന്റെ റസൂല് വഫാത്താകുമ്പോ താടിയിലും തലയും കൂടി നരച്ച രോമം വരെ എത്രയെന്ന് ഞങ്ങൾക്കറിയാം. അറിയോ നിങ്ങൾക്ക്? പിന്നെ എന്റെ മുടിക്കെത്ര നീളം ഉണ്ടായിരുന്നു. പെണ്ണിന്റെ മുടിയെന്ന് കാണിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാന്റെ മുടിയാന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വിശ്വസിക്കുമോ? അള്ളാന്റെ റസൂല് വഫാത്താകുമ്പോ താടിയിൽ തലയിൽ എത്ര രോമം നരച്ചിരുന്നു പറയുന്നുണ്ട്. എത്ര മുടി നരച്ചിരുന്നു? മുടിയുടെ വലിപ്പം എത്ര ഉണ്ടായിരുന്നു? എന്നിട്ട് ഇത്രയുള്ള മുടിയും കാണിച്ചിട്ട് ഏതോ അറബി പയ്യന്റെ പേരും കൊടുത്തിട്ട് പറയുക, ഇത് കണ്ടോ മുടി, സുലഭമായ മുടി, ഇതിന്നും ഒരു പെണ്ണിന്റെ മുടിയാ മുറിച്ചിട്ട് കാന്തപുരത്തിന് കൊടുത്തത്. ഞാൻ ചോദിക്കട്ടോ, ഈമാൻ ഒരല്പമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്നോട് വേദനയോടെ ചോദിക്കുക, ഈമാൻ ഒരല്പമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ സ്പീക്കറിന്റെ ശബ്ദം ശ്രമിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിശാലമായ നമ്മുടെ ഈ ഭാരതത്തിൽ നമ്മുടെ അറിവിൽ എത്ര സ്ഥലത്ത് മുടിയുണ്ട്? നിങ്ങൾക്കൊക്കെ എന്റെ ഈ വിഷയത്തോട് ഷെയർ ചെയ്യാം. അറിയാമെങ്കിൽ പറഞ്ഞു. എന്റെ അറിവിലും പരിശോധനയിലും ചരിത്ര വിഷയം പഠിച്ചതിലും എനിക്ക് കിട്ടിയത് ഒന്ന് ഹസ്രത്തുബാൻ മസ്ജിദ് കാശ്മീർ, രണ്ട് ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ. നമുക്ക് പോകാം, ഹസനജിയുടെ വീട്ടിൽ തന്നെ പോകാം അബൂദാബിയിൽ. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ കൊടുത്ത മുടിക്ക് 75 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് ഒരു ഇത്തിരി കുറവേ ഉള്ളൂ.